ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് നിലവിൽ പറഞ്ഞാണ് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ആവശ്യമെങ്കിൽ മാത്രം മാറ്റാം. സെൽഫ് കംപ്ലയിൻറ്റ് പറയാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ബാക്കിയത്തെ ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് എഞ്ചിനിൽ ഓയിലില്ല, തീരെ ലെവൽ കുറവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 50 മില്ലി ഓയിലാണ് കഷ്ടിയുള്ളൂ. നമുക്ക് 800 മില്ലി വേണം. നമുക്ക് അതിൻ്റെ ഓയിൽ കപ്പാസിറ്റി 800 മില്ലിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഓയിൽ ചിലവുണ്ട് വണ്ടിക്ക്. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മളിപ്പോൾ സർവീസ് ചെയ്ത് തന്നു വിട്ടാലും നിങ്ങൾ ഇടയ്ക്ക് ഒരു മാസത്തിനുള്ളിലൊക്കെ ഓയിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം ഓയിൽ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വന്ന കേസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ തീർന്ന് എഞ്ചിൻ പിടിച്ച് പിസ്റ്റം പിടിച്ചേക്കും, എഞ്ചിൻ പണിയായിട്ട് വരും കേട്ടോ. അപ്പോൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കംപ്ലയിൻ്റ് ആണ്. ഓയിൽ ലെവൽ കുറയാതെ കൊണ്ട് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ കയറി പിടിക്കും. അത് വളരെ ഗൗരവത്തിലെടുക്കുക. സർവീസ് ചെയ്തത് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് ആ മാതിരി കംപ്ലയിൻ്റ് ഒന്നും വരാതെ, അത് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന പാർട്ടാണ്. സർവീസ് ചെയ്തത് കൊണ്ട് ആ കംപ്ലയിൻ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. അത് നമുക്ക് അഴിച്ച് നോക്കി എന്താണ് അതിൻ്റെ പോരായ്മ എന്ന് വെച്ച് ചെയ്തേണ്ട വർക്കുകളാണത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരല്പം കോസ്റ്റ്ലി കേസുകളാണ്. അപ്പോൾ പരമാവധി നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എഞ്ചിൻ ഓയിൽ ലെവൽ കുറയാതെ നോക്കിയാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ഈ ലൈൻഡറിൻ്റെ സെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് ഗിയർ ബോക്സിൻ്റെ സൈഡായാലും ചെറിയൊരു ഓയിൽ ലീക്കേജൊക്കെ ഉണ്ട് ഈ സൈഡ് കേട്ടോ. അതിവിടെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്നും ഓയിൽ ലീക്കായിട്ട് പുറത്തേക്ക് ചാടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗിയർ ബോക്സിൽ ഒരല്പം ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ ആ ഓയിലൊന്ന് ടോപ്പപ്പ് ചെയ്തിടാം. ഈ ഓയിൽ സീൽ നമുക്ക് മാറ്റിയിടാം. ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ട് നിലവിൽ. അതിനിപ്പോൾ പരമാവധി ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അഴിക്കണ കൂട്ടത്തിൽ കൂടെ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഗിയർ ബാക്കിലത്തെ വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് അഴിക്കുമ്പോൾ ഓയിൽ സീൽ മാറ്റുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്റർ തന്നെ, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് ഭാഗം അഴിച്ച് നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റോളർ, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഈ കപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും വർക്കിങ്ങിന് വേറെ പ്രോബ്ലമൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റൊക്കെ നമ്മൾ കിടക്കുന്നത് പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിലവിൽ ക്ലച്ച് സൈഡിൽ നമുക്ക് ആ ഒരു ഓയിൽ സീൽ മാറ്റി ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. നിലവിൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴേക്കും കംപ്ലയിൻസ് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലിടാം. നമുക്ക് അതിൻ്റെ ബാറ്ററിയും കൂടിയും കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് മിരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ് ഇത് മിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വോൾട്ട് നമുക്ക് 13 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഒന്ന് പിടിച്ച് ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 9.12 പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് എന്ന് പറയാറായിട്ടൊന്നുമില്ല, ഒരൽപ്പം വോൾട്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ആ കണ്ണാടി വന്ന ഭാഗത്ത് ലിവർ കിടന്ന് ഇളകണുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബാൻഡ് പോയേക്കണം. അപ്പോൾ അത് കഴിച്ച് അതുകൂടി കൂട്ടത്തിൽ കിടന്ന് മാറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിലെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്, എഞ്ചിൻ ഓയിൽ കുറേ കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് രണ്ടും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പ്രത്യേകം നമ്മൾ വീണ്ടും എടുത്ത് പറയുകയാണ്. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി എഞ്ചിൻ കയറി പണി മുടക്കും. അതായത് എഞ്ചിൻ ഓയിൽ തീർന്ന് എഞ്ചിൻ പിടിക്കും. എഞ്ചിൻ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10,000 തുടങ്ങി 15,000 രൂപയൊക്കെ മുടക്കിയാലും അത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറയാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് ഓയിൽ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. എന്തായാലും വൈകിട്ടത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഏകദേശം ഒരു 5-6 മണിയാവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.